നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജാർഖണ്ഡിൽ മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിയിരുന്നയാൾ മൂന്നാറിൽ പിടിയിലായി. ബോംബ് സ്ഫോടനത്തിൽ 3 പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത്. DA വർധനവ് വിഷയത്തിൽ ലേബർ കമ്മീഷനുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത സമരത്തിന് തയ്യാറെടുത്ത തൊഴിലാളികൾ മൂന്നാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തെണ്ടൽ സമരം നടത്തുമെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. പാവൽ കർഷകർക്ക് ഇത് ദുരിതകാലം. വിലത്തകർച്ചയുടെ കയ്പുനീർ കുടിക്കേണ്ടി വരുന്നതിനുള്ള സങ്കടത്തിലാണ് കർഷകർ. കിലോഗ്രാമിന് 33 രൂപ മാത്രമാണ് കർഷകന് ലഭിക്കുന്ന വില. ഇടുക്കി ഡീലേഴ്സ് ബാങ്കിന് മുന്നിൽ തൊഴിൽ സമരവുമായി നിക്ഷേപകർ. നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാണ് നിക്ഷേപകർ സമരരംഗത്തെത്തിയിരിക്കുന്നത്. കോടതി ഉത്തരവുണ്ടായിട്ടും പണം മടക്കി നൽകുന്നില്ലെന്ന പരാതി. വിശദമായ വാർത്തകളിലേക്ക്. ജാർഖണ്ഡിൽ മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിയിരുന്നയാൾ മൂന്നാറിൽ പിടിയിലായി. ബോംബ് സ്ഫോടനത്തിൽ 3 പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത്. മൂന്നാറിൽ അതിഥി തൊഴിലാളിയായി കഴിഞ്ഞു വരികയായിരുന്ന ജാർഖണ്ഡ് സ്വദേശി സഹൻ ടൂട്ടി ദിനബുവിനെയാണ് NIA സംഘം അറസ്റ്റ് ചെയ്തത്. 2021 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് സംഭവത്തിന് ശേഷം കേരളത്തിലേക്ക് കടന്ന സഹൻ മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ അതിഥി തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി ഇയാൾ മൂന്നാറിലാണ് കഴിഞ്ഞിരുന്നത്. ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പമാണ് ഇയാൾ കേരളത്തിലേക്ക് രക്ഷപ്പെട്ടത്. കൊച്ചി, റാഞ്ചി NIA യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥർ മൂന്നാർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. NIA സംഘത്തിന്റെ അന്വേഷണത്തിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്. സിറ്റി വിഷൻ, മൂന്നാർ. DA വർധനവ് വിഷയത്തിൽ ലേബർ കമ്മീഷനുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത സമരത്തിന് തയ്യാറെടുത്ത തൊഴിലാളികൾ. DA വർധനവ് തൊഴിലാളികളുടെ അവകാശമാണെന്നിരിക്കെ ഇത് നടപ്പിലാക്കാതിരിക്കാനാണ് ലേബർ കമ്മീഷണർ ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ മൂന്നാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തെണ്ടൽ സമരം നടത്തുമെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. തോട്ടം തൊഴിലാളികളുടെ വേരിയബിൾ DA ആയതിനാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനനുസരിച്ചാണ് DA വർദ്ധിപ്പിച്ച് നൽകേണ്ടത്. എന്നാൽ 3 പതിറ്റാണ്ടിനിടയിൽ തേയിലത്തോട്ടം തൊഴിലാളികളുടെ DAയിൽ ഉണ്ടായ വർധനവ് 2 പൈസ മാത്രമാണ്. നിരവധിയായ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടവും നടത്തിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ലേബർ കമ്മീഷണറുടെ നിലപാടിനെതിരെ ആദ്യകാലത്തെ നാണയങ്ങളുടെ ശേഖരവുമായി ഓരോ ടൗണിലെയും കടകളിൽ നൽകി 1 പൈസയ്ക്ക് ചായയും കടിയും അടക്കമുള്ള ഭക്ഷണം ആവശ്യപ്പെട്ട് തെണ്ടൽ സമരം നടത്താനാണ് തൊഴിലാളികളുടെ തീരുമാനം. 1970 മുതൽ ഇന്ന് വരെ കേരളത്തിൽ നിൽക്കുന്ന 343 നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് 1 രൂപ കൂടി, 1 രൂപ അല്ല, 1 പൈസ കൂടി വില കൂടിയിട്ടില്ല എന്ന് ലേബർ കമ്മീഷണർ പറയുകയും, ലേബർ കമ്മീഷണർ പറയുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് 1 പൈസ വില കൂടിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് കാരണം കൊണ്ട് ലേബർ കമ്മീഷണർ ഞങ്ങളുടെ കയ്യിൽ കുറേ കോയിൻസ് കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പഴയ കാലത്തിലുള്ള 1 പൈസ, 2 പൈസ, 3 പൈസ, 5 പൈസ, 10 പൈസ, 20 പൈസ, 25 പൈസ ഈ കോയിൻസ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മൂന്നാറിലിരുന്ന് 1 പൈസ, 2 പൈസ കാണിച്ചുകൊണ്ട് ഒരു യാചക സമരം, അതായത് തെണ്ടൽ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ കേരളത്തിൽ വിലവർധനവുണ്ടായിട്ടില്ലെന്നാണ് ലേബർ കമ്മീഷണറുടെ നിലപാടെന്നും ഇത് കോടതിയിലടക്കം ബോധ്യപ്പെടുത്തുമെന്നും സമരത്തിനൊപ്പം നിയമ പോരാട്ടം തുടരുമെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. പാവൽ കർഷകർക്ക് ഇത് ദുരിതകാലം. വിലത്തകർച്ചയുടെ കയ്പുനീർ കുടിക്കേണ്ടി വരുന്നതിനുള്ള സങ്കടത്തിലാണ് കർഷകർ. കിലോഗ്രാമിന് 33 രൂപ മാത്രമാണ് കർഷകന് ലഭിക്കുന്ന വില. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടുകാലമായി പാവൽ കൃഷി നടത്തുന്ന കർഷകനാണ് പാറത്തോട് ചിന്നാറിലെ ലിജീഷ് പൂങ്കുടിയിൽ. പാവയ്ക്കയുടെ വില 33 രൂപയായി താഴ്ന്നതോടെ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ലിജീഷിനെ പോലെയുള്ള കർഷകർ. പതിവായി 2 മുതൽ 5 ഏക്കർ വരെ സ്ഥലത്ത് പാവൽ കൃഷി നടത്തുന്ന കർഷകനായിരുന്നു ലിജീഷ് പൂങ്കുടിയിൽ. ഇത്തവണ ഓണക്കാലത്താണ് വിളവെടുപ്പ് തുടങ്ങിയത്. പിന്നീട് വിലത്തകർച്ചയുടെ നാളുകളാണ് ഓരോ വിളവെടുപ്പിലും നേരിടുന്നത്. ആഴ്ചയിൽ 2 തവണ വിളവെടുക്കാം. കടകളിൽ പാവയ്ക്കായുടെ വില 80 രൂപ വരെയാണ്. ഇടനിലക്കാരുടെ ചൂഷണം കൊണ്ട് പൊറുതിമുട്ടി കഴിയുകയാണ് ഇടുക്കി ഹൈറേഞ്ചിലെ പാവൽ കർഷകർ.
എന്നാൽ ഈ വർഷം മാത്രമാണ് ഇത്തവണ ഒരു വില തകർച്ച നമുക്ക് നേരിട്ടിരിക്കുന്നത്. നമുക്ക് ശരിക്കും ലഭിക്കുന്ന വില 33 രൂപ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേ സാധനം തിരിച്ചാ കടയിൽ നിന്ന് 80 രൂപയ്ക്കാണ് കിട്ടുന്നത്. എല്ലാ വർഷങ്ങളെ അപേക്ഷിച്ചും പരിപാലന ചെലവ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയല്ല എല്ലാ കൃഷിക്കാരും ഈ പച്ചക്കറി കൃഷിയിൽ നിന്ന് പിൻവലിച്ചപ്പോഴും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മറ്റു പച്ചക്കറികളെ അപേക്ഷിച്ച് പരിപാലന ചെലവ് ഏറെ കൂടുതലുള്ള ഒരു കൃഷിയാണ് പാവൽ കൃഷി. തടമെടുത്ത് വിത്തിട്ട് അത് മുളച്ചു പൊങ്ങുമ്പോൾ മുതൽ വളപ്രയോഗം നടത്തണം, പന്തൽ കെട്ടി പടർത്തണം, താങ്ങുതൂണുകൾ ഇടണം. ജൈവവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചാണ് കൃഷി നിലനിർത്തുന്നത്. വളങ്ങൾക്ക് വില വർദ്ധിച്ച സാഹചര്യത്തിൽ 50 രൂപയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് കർഷകർ പറയുന്നത്. നിലവിൽ കമ്പോള വിലയുടെ പകുതി പോലും കർഷകർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ലിജീഷിനെ പോലെ പാവൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹൈറേഞ്ചിലെ കർഷകരുടെ ദുരിതം തുടരുകയാണ്. ഈ നില തുടർന്നാൽ പാവൽ കൃഷിയിൽ നിന്ന് കർഷകർ പൂർണ്ണമായും പിൻവാങ്ങും. സിറ്റി വിഷൻ, കൊന്നത്തടി. ഇടുക്കി ഡീലേഴ്സ് ബാങ്കിന് മുന്നിൽ തുടർ സമരവുമായി നിക്ഷേപകർ. നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാണ് നിക്ഷേപകർ സമരരംഗത്ത് എത്തിയിരിക്കുന്നത്. കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും നിക്ഷേപകർക്ക് പണം മടക്കി നൽകുന്നില്ലെന്ന് പരാതി. നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജില്ലാ ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. സാധാരണക്കാരായ നിരവധി നിക്ഷേപകർക്കാണ് പണം തിരികെ ലഭിക്കാനുള്ളത്. പല നിക്ഷേപകരും കോടതിയെ സമീപിച്ച അനുകൂല ഉത്തരവ് വാങ്ങിയെങ്കിലും ഇതുവരെയും പണം മടക്കി ലഭിച്ചിട്ടില്ല. പോലീസിന്റെ സാന്നിധ്യത്തിൽ നിരവധി ചർച്ചകളും നടന്നിട്ടുണ്ടെങ്കിലും നിലവിലെ ഭരണസമിതി പണം മടക്കി നൽകാതെ വന്നതോടെയാണ് നിക്ഷേപകർ ബാങ്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി സമരം ആരംഭിച്ചത്. ജീവനക്കാരെ ഓഫീസിലേക്ക് കടക്കാൻ അനുവദിക്കാതെയായിരുന്നു സമരം. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവർ കൊടുത്തിരിക്കുന്ന പഴയ സെക്രട്ടറി കൊടുത്തിരിക്കുന്ന ലോണ് ഇപ്പോഴത്തെ പുതിയ സെക്രട്ടറിയും പ്രസിഡന്റും ജീവനക്കാരും എല്ലാവരും കൂടെ പോയി വാങ്ങിച്ച് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ചെലവാക്കുക. ഞങ്ങൾക്ക് ആർക്കും 10 പൈസ തരുന്നില്ല. ഈ ഇരിക്കുന്ന അമ്മമാരെ കണ്ടോ? സുഖമില്ലാത്ത അമ്മമാരും ഈ നിൽക്കുന്ന മനുഷ്യനാണെങ്കിൽ മരുന്ന് മേടിക്കാൻ പോലും നിവർത്തിയില്ലാതെ കഴിയുന്ന എത്രയോ പേരുണ്ട്. നെടുങ്കണ്ടം പോലീസ് എത്തി നടത്തിയ ചർച്ചയെ തുടർന്ന് വരും ദിവസം ബാങ്ക് പ്രസിഡന്റുമായി ചർച്ച നടത്താമെന്ന ഉറപ്പിൽ സമരക്കാർ താൽക്കാലികമായി പിരിഞ്ഞു. അടുത്ത ദിവസവും ബാങ്കിന് മുൻപിൽ സമരം നടത്തും. തുക തിരികെ ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. രാജക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്തുകളും കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പുതിയ പദ്ധതികളെപ്പറ്റി ആലോചിക്കുന്നതിനും വിശദീകരിക്കുന്നതിനുമായി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സദസ്സ് രാജാക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതലായിട്ടൊക്കെ സംസാരിക്കുന്നില്ല. എല്ലാം നിങ്ങൾക്ക് ദൃശ്യാവിഷ്കാരത്തിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പരിമിതിയുണ്ട്. എന്തെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ഒരു സന്ദേശമുണ്ട്. അതിനുശേഷമായിരിക്കും. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി. വികസന സദസ്സ് 2025 പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും നടത്തി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ജോൺസൺ വികസന റിപ്പോർട്ട് അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MS സതി, റിസോഴ്സ് പേഴ്സൺ അബീഷ് KS, പഞ്ചായത്ത് അംഗങ്ങളായ BG സന്തോഷ്, KP സുബീഷ്, CR രാജു, വീണ അനൂപ്, LDF നേതാക്കളായ KK തങ്കച്ചൻ, ഷാജി വയലിൽ, KK തങ്കപ്പൻ, രതീഷ് അത്തിക്കുഴി, കുടുംബശ്രീ CDS ഭാരവാഹികൾ, ഹരിതസേന പ്രവർത്തകർ, മുൻ ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ അടക്കം നിരവധി പേർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. പള്ളിവാസൽ ചിത്തിരപുരത്ത് റിസോർട്ടുമായി ബന്ധപ്പെട്ട അനധികൃത നിർമ്മാണ ജോലികൾക്കിടെ മണ്ണിടിച്ചിലുണ്ടായി തൊഴിലാളികൾ മരണപ്പെട്ട സംഭവത്തിൽ തുടർ നടപടി ആവശ്യപ്പെട്ട BJPയുടെ നേതൃത്വത്തിൽ പള്ളിവാസൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് PP സാനു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അനധികൃത നിർമ്മാണത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത്
ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പള്ളിവാസൽ ചിത്തിരപുരത്ത് റിസോർട്ടുമായി ബന്ധപ്പെട്ട അനധികൃത നിർമ്മാണ ജോലികൾക്കിടെ മണ്ണിടിച്ചിലുണ്ടായി 2 തൊഴിലാളികൾ മരണപ്പെട്ടത്. ഈ സംഭവത്തിൽ തുടർ നടപടി ആവശ്യപ്പെട്ടായിരുന്നു BJP പള്ളിവാസൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിവാസൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 2 മൈൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ BJP ജില്ലാ പ്രസിഡന്റ് PP സാനു ഉദ്ഘാടനം ചെയ്തു. മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അനധികൃത നിർമ്മാണത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. മറ്റൊന്ന് സൂചിപ്പിച്ച് ഈ കൊലപാതക ഉത്തരവാദികൾ പഞ്ചായത്താണ്, റവന്യൂ ആണ്, ആ മാഫിയാണ്. അതുകൊണ്ട് അനധികൃതമായി പട്ടയം സമ്പാദിച്ച ആ പട്ടയം കളക്ടർ അടിയന്തരമായി ഇടപെട്ട പട്ടയം റദ്ദാക്കണം. അവിടെ നടക്കേണ്ടതായ നിർമ്മാണ പ്രവർത്തനമാണോ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയും ആ ഭൂമി സർക്കാരിൻ്റെതായതിനാൽ രേഖകൾ വ്യാജമാണെന്ന് BJP പറയുന്നു. ആ വ്യാജ പട്ടയം റദ്ദാക്കി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് P ചാർലി, ജില്ലാ ജനറൽ സെക്രട്ടറി VR അളകരാജ്, സംസ്ഥാന കൗൺസിൽ അംഗം ബിജുമോൻ PK, ജില്ലാ വൈസ് പ്രസിഡന്റ് EK മോഹനൻ, ജില്ലാ സെക്രട്ടറി B മനോജ് കുമാർ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് EN മോഹൻ, ജില്ലാ സെക്രട്ടറി വിജയൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ബൈജു ബാലകൃഷ്ണൻ, ശ്രീമുരുകൻ, എൽദോസ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന BJP പ്രതിഷേധത്തിനെതിരെ വിമർശനവുമായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് BJP മുമ്പോട്ട് വെച്ചിട്ടുള്ളതെന്നും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട BJP പ്രാദേശിക നേതാവിന്റെ വ്യക്തി താൽപര്യത്തിന് വഴങ്ങാതെ വന്നതിനുള്ള നീരസമാണ് പ്രതിഷേധ സമരത്തിന് പിന്നിലെന്നും VG പ്രതീഷ് കുമാർ ആരോപിച്ചു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് 4.25 വർഷം കൊണ്ട് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളതെന്നും കുപ്രചാരണങ്ങളെ ജനം തള്ളിക്കളയുമെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഈ കാലയളവിൽ ഏതാണ്ട് 4.25 വർഷക്കാലം പിന്നിടുമ്പോൾ കോൺഗ്രസിനോ BJPക്കോ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഈ ഭരണസമിതിക്കെതിരെ ഇതുവരെ ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചില ആരോപണങ്ങളുമായെല്ലാം തന്നെ ഇപ്പോൾ രംഗത്ത് വരികയാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരം പഞ്ചായത്തിനെതിരെ, ആ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് BJPയുടെ ഒരു പ്രാദേശിക നേതാവ്, അദ്ദേഹം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ജീവനക്കാരോട് 4-ാം വാർഡിൽ തൊഴിലുറപ്പ് നടക്കുന്ന സൈറ്റിൽ നിന്നും 4 പേരെ മറ്റൊരാവശ്യത്തിനായി പണി ചെയ്യുന്നതിനായി വിട്ടുകൊടുക്കണമെന്നുള്ളൊരാവശ്യം പഞ്ചായത്തിൽ വന്ന് ഉന്നയിക്കുകയാണ്. ഇത് നിയമപരമല്ല. NREG സൈറ്റുകളിൽ കൃത്യമായി തന്നെ ജോലി ആരംഭിക്കുന്ന സമയവും അതുപോലെ അവസാനിക്കുന്ന സമയവും എല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തി ഓരോ തൊഴിലാളിയും ഓരോ ദിവസവും ചെയ്യുന്ന തൊഴിൽ അത് എത്രമാത്രമെന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായിട്ടാണ്, യാതൊരു തരത്തിലുള്ള അഴിമതിയുമില്ലാതെ സുതാര്യമായിട്ടാണ് തൊഴിലുറപ്പിൻ്റെ പ്രവർത്തനം ഈ പഞ്ചായത്തിന് മുന്നോട്ട് കൊണ്ടുപോയി. ഭൂപതിവ് ചട്ട ഭേദഗതിയിലെ തട്ടിപ്പ് ചൂണ്ടിക്കാട്ടിയ UDF മണ്ഡലം കമ്മിറ്റി ഉടുമ്പൻചോലയിൽ പൊതുസമ്മേളനം നടത്തി. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ടൗണിൽ പ്രകടനവും നടത്തി. ഭൂഭേദഗതി നിയമം ഇടുക്കിയിലെ ജനജീവിതം കൂടുതൽ ദുഷ്കരമാക്കുമെന്നാരോപിച്ചാണ് UDF പ്രതിഷേധ സമ്മേളനം നടത്തിയത്. പുതിയ ഭേദഗതി മൂലം ഇടുക്കിയിലെ സാധാരണക്കാർ നേരിടാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ യോഗത്തിൽ വിശദീകരിച്ചു.
KPCC മീഡിയ വക്താവ് സേനാപതി വേണു യോഗം ഉദ്ഘാടനം ചെയ്തു. 1964 ചട്ടങ്ങൾ രൂപീകരിച്ചു. ആ ചട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്ഷൻ 4 എന്നാണ്. സെക്ഷൻ 4 എന്ന് ചോദിച്ചാൽ 1960 നിയമപ്രകാരം ഭൂമി ആളുകൾക്ക് പതിച്ചു കൊടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് കൃഷി, 2 വീട് വെക്കാൻ. ഇത് എപ്പോഴത്തെ കാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1960-ലാണ്. 1960 ഉടുമ്പൻചോലയിലൊന്നും അധികം ജനവാസ കേന്ദ്രമായിട്ടില്ല. കുറെ തമിഴ് നോട്ടുകൂടമുള്ളൂ. അവരോടൊപ്പം അന്യപ്രദേശത്തൊക്കെ വന്ന പരിമിതമായ ആളുകൾ. MP ഷാഫി പറമ്പിൽ നേരിട്ട ക്രൂര പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇടുക്കാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KN തങ്കപ്പൻ, ബെന്നി തുണ്ടത്തിൽ, KN മണി, ജോമോൻ പുഷ്പകണ്ഠം, ടിബിൻ P ജോർജ്, PD ജോർജ്, സിബി ക്ലാമറ്റം, സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ, ഷാജി കൊല്ലംകുഴി, തമ്പി അരുമനായകം, അഭിലാഷ് കല്ലുപാലം, ബാബു മെല്ലാലം, പാൽരാജ്, ജയകാന്ത്, എൽസമ്മ, ബാബു എഴുപതിൽച്ചിറ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. ഇടുക്കിക്കാരൻ ആഫ്രിക്കൻ രാജ്യമായ സെഷൽസിന് വേണ്ടി തിളങ്ങി. ഗ്രീസിലെ ആഥൻസിൽ വെച്ച് നടന്ന വേൾഡ് ടാങ്സൂഡോ വേൾഡ് ചാമ്പ്യൻഷിപ്പിലാണ് സെഷൽസ് പ്രതിനിധിയായി മത്സരിച്ച ജിഷിൻ ജിൻസ് മികവ് തെളിയിച്ചത്. 1 സ്വർണം 1 വെങ്കലം നേടി രാജ്യത്തിനും തന്റെ ജന്മനാടായ ഇടുക്കിക്കും അഭിമാനമായി മാറിയിരിക്കുകയാണ് ജിഷിൻ. ദക്ഷിണാഫ്രിക്ക, ജോഹാന്നസ്ബർഗ്, ഒക്ടോബർ 4, 2025. സെഷൽസ് പ്രതിനിധീകരിച്ച് മത്സരിച്ച ജിഷിൻ ജിൻസ് 1 സ്വർണം 2 വെള്ളി മെഡലുകൾ നേടി ദക്ഷിണാഫ്രിക്കയിലെ നോർത്ത് ടാങ്സൂഡോ റീജിയണൽ ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങി. ജിഷിന്റെ അസാമാന്യ പ്രകടനത്തെ പരിഗണിച്ച വേൾഡ് ടാങ്സൂഡോ അസോസിയേഷൻ അദ്ദേഹത്തെ GUP സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ 2024 എന്ന ബഹുമതിക്ക് അർഹനാക്കി. ടാങ്സൂഡോ കലയോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും ശാസ്ത്രീയ പരിശീലനവും അംഗീകരിച്ചാണ് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ വണ്ടർകുന്നിൽ ജിൻസാൻ ഷീനിയുടെ മകനാണ് ജിഷിൻ ജിൻസ്. അന്തർദേശീയ കായികരംഗത്ത് ഇന്ത്യക്കും സെഷൽസിനും അഭിമാനം കൂട്ടിയതാണ് അദ്ദേഹത്തിന്റെ ഈ തുടർച്ചയായ നേട്ടങ്ങൾ. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ,
പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഈ കുട്ടി കർഷകർ കാർഷിക രംഗത്തും പഠന മികവിലും കരുത്ത് തെളിയിക്കുകയാണ്. ഇടുക്കി മേലച്ചിനാർ വള്ളിയാന്തടത്തിൽ സാജന്റെയും ബിന്ദുവിന്റെയും മക്കളാണ് കാർഷിക പ്രവൃത്തികളിൽ കരുത്ത് തെളിയിക്കുന്നത്. കൃഷിയിൽ നിന്ന് പുതിയ തലമുറ പിന്മാറുമ്പോൾ ഇടുക്കി മേലെച്ചിന്നാർ വള്ളിയാന്തടത്തിൽ ക്രിസ്റ്റോയും ജോർജിനും കാർഷിക രംഗത്തും പഠനരംഗത്തും തങ്ങളുടെ വ്യക്തിമുദ്ര തെളിയിക്കുകയാണ്. കൃഷിയിലൂടെ ജീവിതം കരയ്ക്കൊഴുവി പിടിപ്പിച്ച മാതാപിതാക്കളുടെ മാതൃക തുടരുകയാണ്. ഈ കുട്ടികൾ നിരവധി കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുകയും അതിലൂടെ ഈ മാതാപിതാക്കളും മക്കളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. നിരവധി പച്ചക്കറികളാണ് ഈ കുട്ടികൾ പരിപാലിക്കുന്നത്. പയർ, പച്ചമുളക്, വെള്ളരി, വഴുതന, തക്കാളി, ഇഞ്ചി എന്നിവയെല്ലാം ഈ കുട്ടികൾ പരിപാലിക്കുന്നു. ഞങ്ങൾ കൃഷിയിൽ ഇച്ചിരി താല്പര്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പപ്പയും അമ്മയും കൃഷി ആണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മാസിൻ്റെ ഇതിൻ്റെ കുട്ടി കർഷകന്റെ അവാർഡ് കിട്ടിയിരുന്നു. കാലി വളർത്തലിലും ഇവർ ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ 6 വർഷമായി കാർഷിക രംഗത്ത് ഇവർ സജീവമാണ്. കാർഷിക മേഖലയിൽ പുതിയ തലമുറ കടന്നു വരുന്നത് ഗ്രാമങ്ങളിൽ പ്രതീക്ഷ പകരുകയാണ്. നെടുങ്കണ്ടം ഹോളി ക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ക്രിസ്റ്റോയും ജോർജിനും. സിറ്റി വിഷൻ, കൊന്നത്തടി. കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിന്റെ ബുക്ക് ടൂർ കട്ടപ്പനയിൽ നടന്നു. എഴുത്തുകാരൻ ബാബു എബ്രഹാം വായനക്കാരും സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിച്ചു. കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിന്റെ ബുക്ക് ടൂർ മാതൃഭൂമി ബുക്സ് ആണ് സംഘടിപ്പിച്ചത്. കട്ടപ്പന പ്രസ് ക്ലബ്ബിൽ വെച്ച് എഴുത്തുകാരൻ ബാബു എബ്രഹാം വായനക്കാരനും സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിച്ചു. മാർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, സ്ത്രീകൾക്ക് ലഭിച്ചിട്ടില്ലല്ലോ. സ്വാതന്ത്ര്യ സമരം നടക്കുന്നല്ലേ ഉള്ളൂ. ഒരേ ശമ്പളം കിട്ടുന്ന ഭർത്താവും ഭാര്യയും ഒന്നിച്ച് വീട്ടിലിരിക്കുമ്പോൾ അവൾക്ക് അടുത്ത സുഹൃത്തിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ പോലും കട്ടപ്പന ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ അസോസിയേഷൻ കലയായിരുന്നു പരിപാടിയുടെ സംഘാടകർ. ഹൈറേഞ്ച് ജീവിതത്തിന്റെ തീഷ്ണാനുഭവങ്ങളാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന ഓർമ്മ പുസ്തകം. സാഹിത്യ അക്കാദമി അംഗവും നോവലിസ്റ്റുമായ മോബിൻ മോഹൻ മോഡറേറ്ററായിരുന്നു. ജില്ലയിലെ പ്രമുഖരായ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. അകാലത്തിൽ വേർപെട്ട സഹപാഠിയുടെ കുടുംബത്തിന് സഹായഹസ്തവുമായി വാഴവരയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മക്കൂട്ട്. അകാലത്തിൽ മരണം മൂലം വേർപിരിഞ്ഞുപോയ പ്രിയ കൂട്ടുകാരൻ ഷാജിമോൻ സെബാസ്റ്റ്യന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി സഹപാഠികളുടെ കൂട്ടായ്മ. കട്ടപ്പന വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 1989-90 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ട് 90 നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സഹപാഠിയുടെ കുടുംബം നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ധനസഹായം നൽകി. 29 വർഷങ്ങൾക്ക് മുമ്പ് മരണം മൂലം വേർപിരിഞ്ഞുപോയ ഷാജിമോന്റെ ഓർമ്മയ്ക്കായാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഓർമ്മക്കൂട്ട് 90 പങ്കാളികളായത്. SLC ബാച്ച് ഓർമ്മക്കൂട്ട് ഞങ്ങളുടെ സഹപാഠിയായിരുന്ന ഷായിച്ചന് ഭവന നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ സംഭാവന അവൻ്റെ സഹപാഠികളായ ഞങ്ങളെല്ലാവരും കൂടി ഒരു കൈത്താങ് എന്ന നിലയിൽ ഇപ്പോൾ നൽകുകയാണ്. ഞങ്ങൾ സഹപാഠികളെല്ലാവരും വർഷത്തിലൊന്ന് കൂടുകയും നെല്ലിപ്പാറ സെന്റ് സേവിയേഴ്സ് കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചിരിക്കുന്ന പ്രിയ കൂട്ടുകാരന്റെ കല്ലറയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ വെച്ച് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം അമ്മയ്ക്ക് കൈമാറി. കൂട്ടായ്മ കോർഡിനേറ്റർമാരായ റൂബി ചോങ്കരിയിൽ, സണ്ണി മാനോലി, ജോജോ കുന്നിൽ, ബിജു സിയാർ, ലൗലി ജോർജ്, വിൻസെന്റ് പ്ലാന്തോട്ടം, സജി തറപ്പുതൊട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തരം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതികളുമായി ഓർമ്മക്കൂട്ട് 90 മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിന് ശേഷം സ്നേഹവിരുന്നും നടത്തി. കൂട്ടായ്മ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു.
സിറ്റി വിഷൻ, കട്ടപ്പന. ആർട്ട് ഷോപ്പ് റീറ്റെയിൽസിന്റെ നേതൃത്വത്തിൽ തരകം 2025 കാർഷിക സെമിനാറും സംരംഭക സംഗമവും രാജക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ICRI റിട്ടയർഡ് ഹെഡ് AK വിജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നൂറുകണക്കിന് DNC 90 ഉപഭോക്താക്കൾ സെമിനാറിൽ പങ്കെടുത്തു. നാടിന്റെ നട്ടെല്ലിന് കർഷകർ അനിയന്ത്രിതമായ രാസവള പ്രയോഗത്തിലൂടെ മണ്ണിന്റെ രാസഘടന തന്നെ മാറ്റപ്പെട്ടു പോകുന്തോറും അതിശക്തമായ രാസവളം പ്രയോഗത്തിന് കർഷകർ നിർബന്ധിതരാകുകയാണ്. ഈ സാഹചര്യത്തിൽ കർഷകർ മണ്ണിന് ഗുണകരമായ ഓർഗാനിക് കൃഷി രീതിയിലേക്ക് പോകേണ്ടത് ആവശ്യമാണെന്നും DNC 90ന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളും മണ്ണിന് ഗുണകരമാണെന്നും ഇതിന്റെ പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് DNC 90 സമ്മാനമായി നൽകി. ICRI റിട്ടയർഡ് ഹെഡ് AK വിജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ കർഷകനാണ്, ഞാനത് അഭിമാനിക്കുന്നു പറയാം. എന്താണ് പ്രശ്നം? അഭിമാനം തോന്നുന്നില്ല, എന്തുകൊണ്ടില്ല, എന്തോ ഒരു പ്രശ്നം ഒഴിഞ്ഞു. രാജ്യം സമ്മതിക്കുന്നു, രാജ്യത്തിന്റെ നട്ടലാണ് കർഷകർ. പിന്നെ ആരെ സമ്മതിക്കാത്തത്? ടീം ലീഡർ അജേഷ് വർഗീസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഷിബിൻ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. MD മനോജ്, കിങ്ങിണി രാജേന്ദ്രൻ, ഷിനു ഫിലിപ്പ്, സാജു, പ്രസാദ്, ബിനു KJ, സജികുമാർ, ആശ, ജോസ്ന, ദിലീപ് ഖാൻ, അമ്പിളി KN, അബ്ദുൽ മജീദ്, സേവ്യർ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികവും ISO പ്രഖ്യാപനവും നടന്നു. അഡ്വക്കേറ്റ് A രാജ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ISO പ്രഖ്യാപനം നിർവഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികവും ISO പ്രഖ്യാപനവും നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിൽ 420 അയൽക്കൂട്ടങ്ങളിലായി 5000-ലധികം അംഗങ്ങളാണ് ഉള്ളത്. വാർഷികാഘോഷത്തിന് മുന്നോടിയായി കുടുംബശ്രീ അംഗങ്ങൾ അണിനിരന്ന റാലി നടന്നു. അഡ്വക്കേറ്റ് A രാജ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഒരു ഘട്ടത്തിൽ അടുക്കളകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആളുകളാണ്. പിന്നീട് അവരിൽ നിന്ന് ആരംഭം കുറിച്ച് ഈ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ISO പ്രഖ്യാപനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റിതം വനിതാ ശിങ്കാരിമേളത്തിന്റെ അരങ്ങേറ്റം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. മികച്ച അയൽക്കൂട്ടം, മികച്ച ADS തുടങ്ങി വിവിധ അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിച്ചു. വിവിധയാളുകളെ ചടങ്ങിൽ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം കുടുംബശ്രീ സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ ജിഷ സന്തോഷ്, സിനി രാജേഷ്, മെമ്പർ സെക്രട്ടറി കൃഷ്ണപിള്ള KP, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മണികണ്ഠൻ A, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ ചേറ്റുകുഴിയിൽ മത്സ്യവും കോഴിമാംസവും വിറ്റുവന്നിരുന്ന കട ഉടമയ്ക്കെതിരെ ആരോഗ്യവകുപ്പ് ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു. ലൈസൻസ് ഇല്ലാതെയും വൃത്തിഹീനമായി നടത്തി വന്നിരുന്ന ഈ കടയിൽ നിന്നും കോഴിയുടെയും മത്സ്യത്തിന്റെയും അവശിഷ്ടങ്ങൾ ദിവസവും റോഡിലൂടെ ഒഴുക്കി ചേറ്റുകുഴിയിലുള്ള പൊതു ഓടയിലേക്കാണ് തള്ളിയിരുന്നത്. മത്സ്യം വയ്ക്കാൻ ഉപയോഗിക്കുന്ന ബോക്സുകളും മറ്റ് മലിനവസ്തുക്കളും റോഡിൽ തന്നെ കൂട്ടിയിട്ടിരുന്ന നിലയിലുമായിരുന്നു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കുകയും മറ്റ് നടപടികൾ പൂർത്തീകരിച്ച് നെടുങ്കണ്ടം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 11,765 രൂപ, പവന് 94,120 രൂപ, വെള്ളി ഗ്രാമിന് 206 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജാർഖണ്ഡിൽ മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിയിരുന്നയാൾ മൂന്നാറിൽ പിടിയിലായി. ബോംബ് സ്ഫോടനത്തിൽ 3 പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത്. DA വർധനവ് വിഷയത്തിൽ ലേബർ കമ്മീഷനുള്ള നടപടി പ്രതിഷേധിച്ച് വ്യത്യസ്ത സമരത്തിന് തയ്യാറെടുത്ത തൊഴിലാളികൾ മൂന്നാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തെണ്ടൽ സമരം നടത്തുമെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. പാവൽക്കാർ
കർഷകർക്ക് ഇത് ദുരിതകാലം. വിലത്തകർച്ചയുടെ കയ്പുനീർ കുടിക്കേണ്ടി വരുന്നതിനുള്ള സങ്കടത്തിലാണ് കർഷകർ. കിലോഗ്രാമിന് 33 രൂപ മാത്രമാണ് കർഷകന് ലഭിക്കുന്ന വില. ഇടുക്കി ഡീലേഴ്സ് ബാങ്കിന് മുന്നിൽ തൊഴിൽ സമരവുമായി നിക്ഷേപകർ. നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാണ് നിക്ഷേപകർ സമരരംഗത്തെത്തിയിരിക്കുന്നത്. കോടതി ഉത്തരവുണ്ടായിട്ടും പണം മടക്കി നൽകുന്നില്ലെന്ന പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.